ITR3 ഫയൽ ചെയ്യാൻ സാധിക്കുന്നത് ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ ആൻഡ് HUF ഹു ഈസ് ഹാവിങ് എ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. രണ്ടാമത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണറായിട്ട് ഒരാൾ ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ വ്യക്തികൾ. അതുപോലെ ഇൻകം ഫ്രം മുമ്പ് സംസാരിച്ച പോലെ തന്നെ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം മോർ ദാൻ 1 ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിന്, ഇൻകം ഫ്രം അതർ സോഴ്സ് ലൈക്ക് ഈവൻ ഗ്യാംബ്ലിങ്, മീൻസ് നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ലീഗൽ ഗ്യാംബ്ലിങ്, അല്ലെങ്കിൽ ഹോഴ്സ് റേസിങ്, ഈ വക ഇൻകംസ് ഉള്ള ആളുകളാണ് ITR3 ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഉള്ള ആൾ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം ഉള്ള വ്യക്തികൾ. അതുപോലെ തന്നെ ഫോറിൻ ഇൻകം, NRIസിന് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ITR3. ഫോറിൻ ഇൻകമോ ഫോറിൻ അസറ്റ്സോ എന്തും ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും നമുക്ക് ITR3 ആണ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സാലറി മാത്രമുള്ള വ്യക്തികൾക്കും ITR3 ചൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഈസി ആയിട്ട് എപ്പോഴും ITR1 ആണ് ഫയൽ ചെയ്യാനായിട്ട്. ഇപ്പം മാൻഡേറ്ററി ആയിട്ട് ITR1 ഫയൽ ചെയ്യണം എന്നില്ല. ആ സാലറി മാത്രമല്ല, 1 or 2 or 3 or 4 ഫയൽ ചെയ്യാം, ഈവൻ സാലറി മാത്രം ഉണ്ടെങ്കിൽ. പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത ചില ക്രൈറ്റീരിയാസിൻ്റെ ബേസിലാണ് ITR3 നമ്മൾ കടന്നു വരുന്നത്.